ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിലേക്ക് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പരിശുദ്ധ അൾത്താര ഓരോ വ്യക്തിയോടും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളോടാണ് ചോദ്യം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, എല്ലാം നല്ലത് തന്നെ. എന്നാൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ടോ? മക്കളെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന് മുമ്പിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ തോന്നിവാസത്തിനും വളർത്തി മക്കൾ ഇന്ന് വളർന്നു കഴിയുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെടുന്ന, ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. മക്കളെ ഓർത്തുകൊണ്ട് ദിവസവും കരയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് വേണ്ടി ദിവസവും പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങേണ്ട ഗതികേടി വന്നിട്ടുള്ള മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ മക്കളുടെ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, ഇതാ കർത്താവ് പറയുന്നു, നിനക്ക് മകനെയും മകളെയും തന്നത് അവരെ വിശുദ്ധിയിലും ദൈവിക ശുശ്രൂഷയിലും വളർത്താനല്ലേ. സംഭവിച്ച ഓരോ പാളിച്ചകളെയും ഓർത്ത് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ വാക്കും സംസാരവും പ്രവൃത്തിയും വഴി നമ്മുടെ മക്കൾക്ക് നമ്മൾ നന്മ പകർന്നു കൊടുക്കാതെ അവരുടെ ഉള്ളിലെ തിന്മയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ മാപ്പ് ചോദിക്കുക. മാപ്പ് ചോദിക്കുന്നതിൻ്റെ ഭാഗമായി സാധിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ്സൊന്ന് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ആ തറയിലൊന്ന് മുട്ടിച്ച് തമ്പുരാനെ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെയും മകളെയും വളർത്തുന്ന കാര്യത്തിൽ എനിക്ക് വന്ന വീഴ്ചകൾ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. തോബിത്തെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ദൈവപുരുഷൻ നമ്മളെ പഠിപ്പിക്കുന്നു. തോബിയാസിന് കൊടുത്ത ഉപദേശം ഈ കാലഘട്ടത്തിലും അത്യാവശ്യമാണ്. നിന്റെ അമ്മയെ നീ മറക്കരുത്, അവളെ വേദനിപ്പിക്കരുത്. ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും നിനക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ദൈവ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടായിരിക്കണം. ദാനധർമ്മം ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടായിരിക്കണം. അലസതയ്ക്ക് നീ ഒരു കാരണവശാലും അടിമപ്പെടരുത്. ബന്ധങ്ങളിൽ നീ ശ്രദ്ധിക്കണം. നിന്റെ ഭാവി ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടാൻ നീ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിവാഹ ജീവിതങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു ബന്ധത്തിലേക്കും പോയേക്കരുത് എന്ന് തുടങ്ങി തോബിയാസിന് കൊടുത്ത ഉപദേശത്തിന്റെ അവസാന ഭാഗത്തൊരു 10 കൽപ്പന പോലെ 10ാമത്തെ കൽപ്പന വചനം പഠിപ്പിക്കുന്ന തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം. ഇതാ വചനം പഠിപ്പിക്കുകയാണ്. അധ്യായത്തിന്റെ അവസാനം കുറിച്ച് വെച്ചിരിക്കുന്നു, മകനെ, നമ്മൾക്ക് ദാരിദ്ര്യം വന്നതിൽ നീ ആശങ്കപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കാരണം ദൈവഭക്തി ഉള്ളവന് സമ്പത്ത് ലഭിക്കും. അതാണ് സമ്പത്ത്. ദൈവഭക്തിയാണ് സമ്പത്ത്. ആ സമ്പത്ത് കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയോർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാന്റെ മുമ്പിൽ മക്കളെ സമർപ്പിക്കുക. ഒരുപക്ഷെ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ മക്കൾ ദൂരങ്ങളിലായിരിക്കും. ആ മക്കളെ ഓർത്ത് ദേ കർത്താവിന് കൊടുക്കണം. കർത്താവേ, എൻ്റെ മകനെയും മകളെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ മകനിനും മകളിലും ഇടപെടണമേ. അവരായിരിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് അവരിൽ ഇടപെടട്ടെ. അപ്രകാരം സമർപ്പിച്ചവര് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അവരെ അനുഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മേലൊരു മുദ്ര ചാർത്തി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നിന്റെ കുടുംബ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ആ കുടുംബ അവസ്ഥയിൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. അവരുടെ വളർച്ചയിൽ നമുക്ക് ശ്രദ്ധ വേണം. അലസതയ്ക്ക് അടിമപ്പെട്ട് ജീവിതത്തിലെ സകല നന്മകളും നഷ്ടപ്പെടുത്തി നമ്മുടെ മക്കൾ ജീവിക്കാൻ പാടില്ല.
രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങളൊരു ത്യാഗം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ നന്നായിട്ട് തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നിങ്ങളുടെ മകനോ മകളോ അവരായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന സമയം, ഇന്ന് നിന്റെ മനസ്സിലെ ഭാരം എന്താണോ ആ ഭാരത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റുക. ഒരുപക്ഷെ മകൻ മദ്യപാനത്തിനും ചീത്ത കൂട്ടുകെട്ടിനും അടിമയായിരിക്കും. അവ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മകനിൽ കർത്താവ് ഇടപെടും. എൻ്റെ മകൻ ഒരുപക്ഷെ അനുസരണക്കേടിൻ്റെ വലിയൊരു പീഡയിലായിരിക്കും. മകൾ ഒരുപക്ഷെ തെറ്റായ സ്നേഹബന്ധങ്ങളിലായിരിക്കും. തോന്നിയതുപോലെ നടക്കുന്നു. ഒരുപക്ഷെ ചില കുടുംബങ്ങളിൽ ചില മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു. പുറത്ത് പറയാൻ പറ്റാത്തവണ്ണം നാണക്കേടും ഭാരവും കൊണ്ട് സങ്കടപ്പെട്ട് കഴിയുന്ന അനേക മാതാപിതാക്കളുണ്ട്. മക്കള് മാതാപിതാക്കളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന കുടുംബങ്ങൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ത്യാഗം ഏറ്റെടുത്ത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ദൈവമേ ദൈവമേ എൻ്റെ കുടുംബത്തില് വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തില് വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകല തിന്മയുടെ നാരിക ശക്തികളും എടുത്തു മാറ്റപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ സ്നേഹബന്ധത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പൈശാചിക പീഡയുണ്ടോ ആ മേഖലയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്റെ കുടുംബത്തിന് നിന്റെ ബന്ധങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്താണ് വിടുതൽ പ്രാർത്ഥന. ഇതാ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് നൽകുന്ന വലിയൊരു ഡെലിവറൻസ്. ഇത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൈശാചിക പീഡ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ചില തഴക്ക ദോഷങ്ങളാവും, ചില തെറ്റായ ജീവിത വഴികളാവും. കുടുംബത്തിൽ നിസ്സാര കാര്യത്തിന് പോലും എപ്പോഴും വഴക്കടിക്കുന്ന സ്വഭാവം, ആർക്കും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബത്തിൽ എപ്പോഴും ആർഗ്യുമെന്റുകൾ മാത്രം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥ, പഴിചാരി നാശത്തിൻ്റെ വാക്കുകൾ മാത്രം. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ദൈവം ദൈവകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന ചില കുടുംബ അന്തരീക്ഷങ്ങളുണ്ട്. കുടുംബങ്ങളിൽ ചിലപ്പോൾ അയൽപക്ക പ്രശ്നം കുടുംബത്തെ ഭാരപ്പെടുത്തുന്നുണ്ട്. സ്വത്തിനെ കുറിച്ചുള്ള തർക്കം ചില കുടുംബങ്ങളിൽ കാലങ്ങളായിട്ട് കിടക്കുന്നു. സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ചില പീഡകൾ ചില കുടുംബങ്ങളിൽ കിടക്കുന്നു. ചില കുടുംബങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നതിന് ശേഷം അവർക്കൊരു സ്വസ്ഥതയില്ല. വിവാഹ തടസ്സം അനുഭവപ്പെടുന്നു, കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം, എപ്പോഴും അടിക്കടി അപകടം. ചില കുടുംബങ്ങളിൽ ആശുപത്രി കയറിയിറങ്ങി ജീവിതം മുഴുവൻ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ. നിന്റെ കുടുംബത്തിൽ അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വീടിനും വീടിൻ്റെ മക്കൾക്കും സമ്പത്തിനും ചുറ്റും ജോബിൻ്റെ പുസ്തകം 1:10 സംരക്ഷണ വലയം നിറയപ്പെടട്ടെ. ജോബിനും ജോബിൻ്റെ കുടുംബത്തിനും ചുറ്റും സംരക്ഷണ വലയം തീർത്ത കർത്താവ് ഒരു വലിയ സംരക്ഷണം നൽകി ഈ കൂട്ടായ്മയെ വിശുദ്ധീകരിക്കട്ടെ. നീ മനസ്സിൽ കാണണം, എൻ്റെ വീടിന് ചുറ്റും കർത്താവ് ഒരു സ്വർഗീയ വേലി പുതുക്കി പണിയുന്നു. ഒരു കാരണവശാലും എൻ്റെ കുടുംബത്തെ പിശാചിന് തൊടാൻ അവകാശമില്ല. യേശുവേ, ഈ പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നാരകീയ ശക്തികളെ, എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നശിപ്പിക്കുന്ന തിന്മയുടെ അരാജകത്വങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ തിരു രക്തത്തിൻ്റെ ശക്തിയിൽ, തിരു കുരിശിന്റെ ശക്തിയിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മയുടെ നാരക ശക്തികൾ വിട്ടുപോവട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിലോട്ട് കടന്നു വരട്ടെ. തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ ദൈവമക്കളിലേക്ക് പ്രവഹിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഓ ദൈവത്തിന്റെ ശക്തി, ഒരു പുതിയ അഭിഷേകം. Deliverance, the mighty anointing, in the holy name of Jesus, by the blood of Jesus, by the power of the Holy Cross, we bind this satanic power. Oh satanic power, get out from us. In the name of Jesus we command. Oh satanic power, get out from us. Oh satanic power, get out from us. In the name of Jesus, by the power of Jesus, by the blood of Jesus, we claim right now. ആരാധന 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 ആരാധന. വിശ്വസിച്ച് കൈയടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ബന്ധനമഴിയ
കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ ആമേൻ. ബന്ധനമഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. പഠിക്കേ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ആമേൻ. ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ആമേൻ. ഞങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കൈയടിക്കുന്നു. അത്ഭുതമായ വിടുതൽ തലമുറകൾക്ക് തലമുറകൾക്ക് ഓ കർത്താവേ സംഭവിക്കട്ടെ. തലമുറകളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറും. ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ. ഓരോരുത്തരുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ. സകല പൈശാചിക പീഡകളും എടുത്തു മാറ്റപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈശോ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനം അഴിയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ, യേശുവേ, ഈശോ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു, അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഓരോ വ്യക്തിയുടെ മേലും ദൈവിക ശക്തി വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് വെളിപ്പെടുന്ന സമയം. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ ഭവനവും യേശുവിൻ്റെതാണ്. എൻ്റെ വീട്ടിൽ സാത്താൻ ഇനിമേൽ സ്ഥാനമില്ല. എൻ്റെ ബന്ധങ്ങളിൽ സാത്താൻ ഇനിമേൽ സ്ഥാനമില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഇതാ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇനി സാത്താന് സ്ഥാനമില്ല. ദൈവമേ, ആ മക്കളെ എന്നും അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വസിക്കണം, വിശ്വസിക്കണം. ഓ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. പ്രാർത്ഥിക്കുന്ന അനേകർക്ക് കർത്താവ് വലിയ ആശ്വാസം നൽകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ ബലപ്പെടുത്തുന്നു. കുടുംബം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് വിദേശത്ത്, ഭാര്യയും മക്കളും നാട്ടില്. കുടുംബം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ കുടുംബത്തിന് കർത്താവ് ഒരു വഴി തുറക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇടപെടുന്നു. ഒരു അലർജി രോഗം വന്നതിന് ശേഷം ശരീരത്തെക്കുറിച്ച് വല്ലാത്ത ഭാരം, ശരീരത്തിൽ ഒരു അഭിമാനമില്ലാത്തൊരവസ്ഥയുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം സഹോദരിയുടെ മേൽ ഒഴുകുന്നു. വന്ന രോഗത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടേണ്ടെന്ന് ഈശോ പറയുന്നു. നീ വിഷമിക്കേണ്ട, നിനക്ക് സംഭവിച്ചതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. സഹോദരങ്ങളോടുള്ള സ്നേഹം കർത്താവ് വർദ്ധിപ്പിച്ചൊരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു കെട്ടിടം പണി പൂർത്തിയാക്കാൻ പറ്റാതെ കിടക്കുന്നൊരു കെട്ടിടം പണി കർത്താവ് കാണിച്ചു തരുന്നു. നാളുകളായിട്ടൊരു കെട്ടിടം പണി തീരാതെ കിടക്കുന്നു. ആ കെട്ടിടം പണി പൂർത്തിയാക്കാൻ കർത്താവ് ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ വരുമാന മാർഗത്തെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവഭക്തിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്ത്. വിവാഹ തടസ്സം മാറ്റി കർത്താവ് ഒരു പെൺകുട്ടിയെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് നിനക്കൊഴുകുന്നത്. ഈശോ നിന്നെ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. മകൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ കരയുന്ന അപ്പൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്.
അപ്പൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. 38 വർഷം പ്രാർത്ഥിച്ച ഒരമ്മയുണ്ട്, മോനിക്ക അമ്മ. ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മകൻ തിരിച്ചു വന്നെങ്കിൽ അപ്പൻ്റെ കണ്ണുനീരിൻ്റെ ഭാഗമായി മകനും തിരിച്ചു വരും. വിശ്വസിക്കുക. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമായി മാറട്ടെ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദം നിങ്ങളുടെ മക്കൾക്കുള്ള ആശീർവാദമാണ്. വിശ്വസിക്കണം. ഞങ്ങളുടെ മകനും മകളും എവിടെയുണ്ടോ അവിടേക്കുള്ളൊരു ആശീർവാദമാണ്. ഏറ്റെടുത്ത് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ